Hello all, welcome to Teacher at Home. Today class we are going to learn the third chapter, that is Let's Regain Our Fields. Don't you notice the illustration and the newspaper report? When the illustration ആണ് കണ്ടത് നമ്മൾ ലോക്സഭ പാസസ് ഫുഡ് സെക്യൂരിറ്റി ബില്ല് അല്ലേ? അപ്പൊ ബില്ല് ആര് പാസ് ചെയ്ത്? ലോക്സഭയെ പാസ് ചെയ്തത് എന്താണ്? ഫുഡ് സെക്യൂരിറ്റിയുടെ ബില്ലാണ് അല്ലേ? The bill ensures the distribution of food grains at a lower rate. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ വില കുറവിൽ നൽകണം എന്നുള്ളതാണ് ബില്ല്. The bill has been legalized to distribute rice. അരി എത്ര രൂപയ്ക്കാ? At a price of 3 rupees and wheat at 2 rupees per kilogram. What is the concept indicated by in the illustration? Discuss with the friends using the given indicators. Reason for the scarcity of food. Role of science in solving the problem. Relevance of food security. For a prosperous future, അല്ലേ? നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് food security is the situation that ensures sufficient food for everyone to lead a healthy life. അപ്പോൾ food security എന്ന് പറയുന്നത് എന്താണ്? ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് സിറ്റുവേഷൻ? എല്ലാവർക്കും ഭക്ഷണം, അല്ലേ? നല്ല ആരോഗ്യത്തിന് വേണ്ടി എല്ലാവർക്കും ഭക്ഷണം. It is necessary to ensure food security for a better and healthy society. അപ്പോൾ എന്താണ്? ഒരു നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഫുഡ് സെക്യൂരിറ്റി ഏറ്റവും അത്യാവശ്യമാണ്. Where there is no poverty of health issue due to lack of nutrition. അതായത് ദാരിദ്ര്യവും പിന്നെന്താ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത് അല്ലെ? ന്യൂട്രീഷന്റെ അഭാവത്താൽ ഇതൊന്നും ഉണ്ടാവരുത്. Is in rice our staple food? Examine the table below related to the production of rice in Kerala. അരി നമ്മുടെ മുഖ്യ ആഹാരമല്ലേ? അപ്പൊ ഈ ടേബിളിൽ എന്നാ തന്നിരിക്കുന്നത്? ഓരോ വർഷത്തെയും റൈസ് പ്രൊഡക്ഷൻ in area for land for cultivation, production and also the population. When we are comparing the years in 1975, we have land area, that is progressing the year. The area of land, it is also found to be decreasing, production decreasing, but the population increasing. അല്ലേ? ഓരോ വർഷം കൂടുന്തോറും നമ്മൾ എന്താ കാണുന്നത്? സ്ഥലം അല്ലെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡിന്റെ ഏരിയ കുറവായി വരികയാണ്. പ്രൊഡക്ഷൻ, അപ്പോൾ ലാൻഡ് കുറവായി വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണതും നേർപകുതിയിലായി വരും. പിന്നെന്താ? പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. Indicators. What were the changes that occurred in the area of agriculture field? എന്തൊക്കെ മാറ്റങ്ങളാണ് അഗ്രികൾച്ചർ ഫീൽഡിൽ എന്നോട്ടാണ് 1971 to 2011? What tendency could be observed in rice production and population growth during the product? അതായത് നെല്ലുൽപാദനത്തിലും പിന്നെന്താണ് ജനസംഖ്യ അനുപാതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ. Is this tendency desirable? ഇത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണോ? അംഗീകരിക്കാൻ പറ്റുന്നതാണോ? We have so far examined only the production of rice. അരിയുടെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് വരുന്നത്. മറ്റു ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. The case is not different from other food items too. How is it that we have to depend on other states? അല്ലെ? നമുക്ക് മറ്റ് സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, egg and meat. It is a challenge to ensure food security in a situation where cultivable land is decreasing. That is what we are facing is കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കുറഞ്ഞു വരികയാണ്. It is essential to recreate a culture of love for the soil. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ജനങ്ങളിൽ ഈ കൃഷിയെക്കുറിച്ചും മണ്ണിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. റീഗെയിനിങ് ലോസ് കൾട്ടിവേബിൾ ലാൻഡ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നഷ്ടപ്പെട്ട ഭൂമി നമുക്ക് തിരിച്ച് പിടിക്കണം. ഓൺലി ത്രൂ എ കോംപ്രഹെൻസീവ് അപ്രോച്ച് വി ക്യാൻ റെഡ്യൂസ് അവർ എക്സസീവ് ഡിപെൻഡ്സ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യത നിറവേറ്റാൻ പറ്റുള്ളൂ അല്ലെ? മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് സ്വയം കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പൊ കൃഷിഭൂമിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒബ്സ്റ്റക്കിൾ ഫേസ്ഡ് ബൈ ഫാർമേഴ്സ്. കൃഷിക്കാർ എന്തൊക്കെയാ ഫേസ് ചെയ്യണത്? എക്സ്പ്ലോട്ടേഷൻ ബൈ ദ മിഡിൽ മാൻ അല്ലെ? താഴ്ന്ന നിലയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയുടെ, ഫോളിംഗ് പ്രൈസ്, വിലയിടിവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ്, ക്രോപ്പ് ലോസ്, പിന്നെ വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലപരിധി കുറവ്, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യവും പിന്നെ പരിസ്ഥിതിയുടെ ഓരോ മാറ്റങ്ങളും. Prepare a note using the indicators in the picture and by adding more information. Don't you think that many problems can be overcome if the approach of agriculture is made scientific? അതായത് സയന്റിഫിക് മേയിലൂടെ അഗ്രികൾച്ചർ നടത്തിയാൽ നമുക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നാണ് ചോദിക്കുന്നത്. Let us examine the possibilities to overcome each issue. Discuss the description given above based on the indicators. Fertile soil and the basis of food security. About 20 different elements are required for the proper growth of plants. അപ്പോൾ പ്ലാന്റിന്റെ ഗ്രോത്തിന് എത്ര 20 എലമെന്റ്സ് ആവശ്യമാണ് അല്ലെ? They are known as essential nutrients, essential elements. അത് ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, സൾഫർ, ഇതൊക്കെയാണ് essential elements. The elements are made naturally available in the soil through decomposition. അപ്പോൾ എങ്ങനെയാണ് അവർ elements അവൈലബിൾ ആയിരിക്കുന്നത്? By the decomposition of microorganisms അല്ലെ? മൈക്രോ ഓർഗാനിസം ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മണ്ണിൽ നിന്ന് അവൈലബിൾ ആവുക. Haven't you learned the advantages of growing leguminous plants?
ലെഗുമിനസ് പ്ലാന്റ്സിനെ കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? That is with a taproot system. Besides the fertility of the soil can be improved through the application of fertilizers too. Fertilizer അല്ലേ, ജൈവമായിട്ട് നമുക്ക് മണ്ണിലേക്ക് ജൈവവളം ആഡ് ചെയ്തിട്ടും മണ്ണിന് പോഷക ഗുണം കൂട്ടാൻ പറ്റും. pH of the soil is an important factor that influence the growth of the plants. മണ്ണിന്റെ pH നോക്കിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ, കുമ്മായ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മണ്ണിന്റെ പോഷക ഗുണം നമുക്ക് കൂട്ടാൻ പറ്റും. Presence of elements in the soil and pH can be identified by soil testing. ടെസ്റ്റിംഗിലൂടെ നമുക്കിത് കണ്ടെത്താം. Organism like ഏതൊക്കെയാ? ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, ടെർമൈറ്റ്, എർത്ത് help to increase the soil fertility. What is the role of microorganism in ensuring the natural availability of elements in the soil? അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ എന്ത് നാച്ചുറൽ അവൈലബിലിറ്റി ഓഫ് എലമെന്റ്സ്, ഇത് ഈ പറഞ്ഞ എലമെന്റ്സ് ഉണ്ടല്ലോ, കാർബൺ, നൈട്രജൻ, അതൊക്കെ മണ്ണിൽ തന്നെ കിട്ടാനുള്ള ഒരു റോള് മൈക്രോ ഓർഗാനിസം പ്ലേ ചെയ്യും. വാട്ട് ഇസ് ദ നീഡ് ഓഫ് ടെസ്റ്റിംഗ്? സോയിൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ വെദർ ഇറ്റ് ഈസ് ആൽക്കലിറ്റി ഓർ അസിഡിറ്റി സോയിൽ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുക. വൈ ഡസ് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് become essential for better crop yield? എന്തുകൊണ്ടാണ് ഇത് ആവശ്യമായി വന്നത്? ഫെർട്ടിലൈസർ നമുക്ക് ആവശ്യമായിട്ട് വന്നത്? Farmers use different kind of fertilizer in order to increase അല്ലേ, കർഷകർ എന്താ ചെയ്യുന്നത്? പലതരത്തിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. എന്തിന്? മണ്ണിന്റെ പോഷക ഗുണം വർദ്ധിപ്പിക്കാൻ വേണ്ടി. You are familiar with the different kinds of fertilizers such as chemical fertilizer, bio fertilizer, green leaf manure, etc. അല്ലേ, കെമിക്കൽ ആയിട്ടും ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും പിന്നെന്താണ് ഗ്രീൻ ലീഫ് മാനൂർ ആയിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് എ മൈക്രോബിയൽ ഫെർട്ടിലൈസർ? മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോസ് ദാറ്റ് പ്രൊവൈഡ് ഫെർട്ടിലൈസർ അല്ലേ. മണ്ണിൽ കണ്ടിട്ടില്ലേ കുറെ സബ്സ്റ്റൻസസ്? മൈക്രോബിയൽ ഫെർട്ടിലൈസർ സബ്സ്റ്റൻസ് ആയിക്കണ്ടേ മൈക്രോ ഓർഗാനിസം. മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസം നമ്മൾ പറഞ്ഞു എന്താണ്? അത് ഫെർട്ടൈൽ, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രസൻസ് ഓഫ് മൈക്രോബ്സ് എനേബിൾസ് ദ ഇൻക്രീസ് ഓഫ് സോയിൽ ഫാക്ടേഴ്സ്. മൈക്രോബ്സ് ആണ് ഈ സോയിൽ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുക. പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സോയിൽ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യണത് മൈക്രോബ്സ് ആണ്. ബാക്ടീരിയ, എന്തൊക്കെ തരം ബാക്ടീരിയ ആണ്? റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറിലം, aquatic plants like azolla can be used to increase the nitrogen content. സോയിലിലെ നൈട്രജൻ കണ്ടന്റ് കൂട്ടാൻ അത് നമ്മളെ സഹായിക്കും. Things to be taken care of. Ensure the availability of biofertilizers in the soil. നമ്മുടെ മണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള ബയോഫെർട്ടിലൈസേഴ്സ് എൻഷുർ ചെയ്യുക. പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് അല്ലേ, വെള്ളം നനവ് ആവശ്യമാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ, കെമിക്കൽ പെസ്റ്റിസൈഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. രാസവളം ഉപയോഗിക്കാൻ പാടില്ല. മൈക്രോ ഓർഗാനിസം ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇഫ് ദ പ്രിക്കോഷൻസ് ആർ ടേക്കൺ. മൈക്രോ ഓർഗാനിസം നിലനിൽക്കുള്ളൂ അല്ലേ, ഇതൊക്കെ ചെയ്താൽ മാത്രമേ മൈക്രോ ഓർഗാനിസം മണ്ണിൽ നിലനിൽക്കുള്ളൂ. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് അൺസയന്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? നമ്മൾ ശരിയായ രീതിക്ക് ഫെർട്ടിലൈസർ യൂസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? കോമ്പോസിഷൻ ഓഫ് സോയിൽ, മൈക്രോ ഓർഗാനിസം ഇൻ സോയിൽ അല്ലെ, മണ്ണിന്റെ ഘടന, പിന്നെ മൈക്രോ ഓർഗാനിസംസ്, ഹെൽത്ത് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ ഇതിനെ അഫക്ട് ചെയ്യും. ഓർഗനൈസ് ആൻ എക്സിബിഷൻ ഫോർ ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ഫാർമേഴ്സ്. എന്താ അത്? ടു കൺട്രോൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ. ഇസ് ഇൻ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ഫാർമേഴ്സ്. അപ്പോൾ നമ്മുടെ ഫാർമേഴ്സ്, കർഷകർ ഫേസ് ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ് എന്ത്? പെസ്റ്റ് അല്ലെ, കീടനാശിനികൾ കൊണ്ടുള്ളത്. പീപ്പിൾ ജനറലി അപ്ലൈ കെമിക്കൽ പെസ്റ്റിസൈഡ് ടു ഓവർകം ദിസ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് പൊതുവെ ഹാനികരമായിട്ട് അനുഭവിക്കാറ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡിസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. അവർ കീടനാശിനികൾ പാടെ നശിപ്പിക്കും. ബട്ട് വെൻ ദ പെസ്റ്റ് അക്യൂർ റെസിസ്റ്റൻസ് ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ് ഹാഡ് ടു ഇൻക്രീസ്ഡ്. അപ്പൊ പെസ്റ്റുകൾ, കീടനാശിനികൾ നശിക്കും തോറും നമ്മൾ എന്താണ്? പെസ്റ്റിസൈഡ്സിന്റെ അളവ് കുറച്ച് കൊണ്ടുവരണം അല്ലെ. ഹാസ് ടു ബി ഡിസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. കെമിക്കൽ എന്ത് ചെയ്യും? അത് ഫുള്ളായിട്ട് പ്രിവെന്റ് ചെയ്യും. അത് ജസ്റ്റ് പ്രിവെന്റ് അല്ലേ. പെസ്റ്റിസൈഡ്സ് എന്താണ്? ഹാനികരമാണെങ്കിലും നമ്മൾ ഒരു ചെറിയ രീതിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ കോസസ് എൻവയോൺമെന്റൽ ഹസാർഡും ഹെൽത്ത് ഹസാർഡും ഉണ്ടാക്കും. ദിസ് സിറ്റുവേഷൻ ഇസ് നോട്ട് അബൌട്ട് പെസ്റ്റ് കൺട്രോൾ മാനർ ദാറ്റ് ആർ നോട്ട് ഹാർംഫുൾ. അതായത് നമ്മുടെ ഹെൽത്തിനും നേച്ചറിനും ഹാർംഫുൾ അല്ലാത്ത രീതിക്കുള്ള പെസ്റ്റിസൈഡ് ആവണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. മോഡേൺ ടെക്നോളജി പെസ്റ്റ് വിത്ത് ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെ, കണ്ടമാനം വലിയ തോതിൽ ഈ കെമിക്കൽ രാസവളം ഉപയോഗിക്കുമ്പോൾ pest control had not been encouraged adequately. Although it is proved that pest can be controlled by using pest നെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അൾട്രാസോണിക് സൗണ്ട് വേവ്സ് സച്ച് ടെക്നോളജി. പക്ഷെ അത് ഫാർമേഴ്സിൽ അപ്ലൈക്കബിൾ ആയിട്ടില്ല അല്ലെ. And the possibility of controlling the multiplication is destroying the reproductive capacity അല്ലെ. പെരുകുന്നത് തടയാൻ, അങ്ങനെ തടഞ്ഞിട്ട് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെയോ ഡിവൈസസ് ലൈക്ക് ഫെറോമോൺ ട്രാപ്പ് ആർ ബിക്കമിങ് വൈഡ്. ഫെറോമോണിനെ ട്രാപ്പ് ചെയ്യണം, അതും ഇപ്പോൾ കണ്ടമാനം യൂസ് ചെയ്ത് വരുന്നുണ്ട്.
The method employed here is to attract and destroy insects using artificial substance. Artificial ആയിട്ടുള്ള substance ഉപയോഗിച്ച് നമുക്ക് ഇതിനെ control ചെയ്യാൻ പറ്റും. And have a chemical nature similar to that of pheromone emitted by insects. Its demerit is that it is easily evaporated by heat. പക്ഷെ ഇതിന്റെ ഒരു ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ അത് ഹീറ്റിൽ അല്ലേ നീരാവിയായി പോവും. പിന്നെന്താണ് wind and dissolved by water. However, with the help of modern technique, it is possible to develop artificial pheromone traps at our next. അല്ലേ ഈ ഫെറമോൺ ട്രാപ്പ് എന്താണ് അത് കെമിക്കലും ഫിസിക്കലും ആയിട്ട് അറ്റാക്ക് ചെയ്യപ്പെടാത്ത രീതിക്കുള്ളതാണ്. Pest and their natural enemies. Have you ever thought of the tremendous increase in certain pests? എന്തുകൊണ്ടാണ് ഈ കണ്ടമാനം പെസ്റ്റ് ഇൻക്രീസ് ആവണത്? കീടങ്ങൾ ഇൻക്രീസ് ആവാൻ കാരണം എന്താണ്? അതിന്റെ പ്രിഡേറ്റേഴ്സിന്റെ നമ്പറിൽ ഉണ്ടാവുന്ന കുറവ് കാരണമാണ് അല്ലെ. മെയിൻ റീസൺ ഫോർ ദ fall in the numbers that prey on them. Predators, parasites and pathogens can be called as the natural enemies of pest. The service of this organism may be effectively used. ഇതിന്റെ സർവീസ് എന്താണ്? നമുക്ക് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. Integrated pest management (IPM). The basic principles of integrated pest management is not the destruction of pest totally. പക്ഷെ എന്താണ്? Instead, it tries to prevent the multiplication of pest and to limit their number. അല്ലെ പെസ്റ്റിന്റെ കീടങ്ങളുടെ പെരുക്കം കൂട്ടുന്നതിനും പിന്നെന്താണ് അത് തടയണം. പിന്നെന്താണ് ലിമിറ്റ് വിത്തൗട്ട് ലോസ് കൃഷിക്ക് നാശം സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ. This eco-friendly method ensures pest control without disturbing the environment. This is done by reducing the use of chemical pesticides and encouraging the application of biopesticides, natural enemies of pest, mechanical pest control, etc. Method of pest control that do not come any harm to the environment are desirable. High investment requirement for agriculture makes it uneconomic. High cost of seed in the cost, pinanda fertilizer, pesticide, make the farmer a debtor. അപ്പൊ ഇതൊക്കെയാണ് കടക്കണിയിലാക്കുക അല്ലെ. കർഷകർ എങ്ങനെയാണ് വിത്തുകളുടെ വില കണ്ടമാനം പ്രൈസ് പിന്നെന്താ ഫെർട്ടിലൈസർ പെസ്റ്റിസൈഡ്സ് ഇതിനെല്ലാം ഒരുപാട് പൈസ ചെലവായിട്ടാണ് അവരെന്ത് കടക്കണിയിൽ പെടുന്നത്. The decline in the fertility of the soil and increase of pests compel peasants to use fertilizers and pesticides in larger quantities. അതായത് എന്താണ് സോയിൽ ഫെർട്ടൈൽ ആകാതിരിക്കുമ്പോൾ അല്ലെ വളക്കൂറില്ലാത്ത മണ്ണാവുമ്പോഴും പിന്നെന്താണ് ഇൻക്രീസ് ഓഫ് പെസ്റ്റ് കീടങ്ങളുടെ ശല്യം കൂടുമ്പോഴും എന്താണ് ഫാർമേഴ്സ് അവര് താനെ ഈ പെസ്റ്റിസൈഡ്സ് കുറെ എമൗണ്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലെ. ബട്ട് ദോ ദ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ പെസ്റ്റ് പ്രൊവൈഡ് പ്രോഫിറ്റ് ഫോർ എ ഷോർട്ട് പീരീഡ് ഗ്രാജുവലി ദ ലാൻഡ് ബിക്കം ബാരൻ. അതായത് ഇങ്ങനെ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചത് കൊണ്ട് എന്താ പറ്റുക നമുക്ക് ആ പീരീഡിൽ വേണമെങ്കിൽ ലാഭം കിട്ടുമായിരിക്കും ആ കൃഷിക്ക്. പക്ഷെ ക്രമേണ ആ മണ്ണ് ഉപയോഗശൂന്യമായി തീരും. It is in these circumstances that the concept of sustainable agriculture become relevant. അപ്പൊ ഇതാണ് എന്താണ് ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് കീപ്പപ്പ് ചെയ്യണം സസ്റ്റൈനബിൾ അല്ലെ നിത്യവും നിലനിൽക്കുന്ന ഒരു കൃഷി കുറിച്ച് ചിന്തിക്കുക. Here the method adopted is to reduce the use of fertilizer and pesticide and to make one's decaying matter a manure to other. അതായത് ഇപ്പോഴാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ. അതായത് ഒന്ന് ചെയ്യുമ്പോൾ അത് മറ്റേതിന് വളമായി തീരുക. അങ്ങനെ ഒരു ഡൈവേഴ്സ് ക്രോപ്സ് മിക്സഡ് ആയിട്ടുള്ള ഫാമിംഗ് ആണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഡൈവേഴ്സ് ക്രോപ്സ് ആർ സീൻ ഇൻ ദ ഫീൽഡ്സ് അഡോപ്റ്റിംഗ് ദിസ് മെത്തേഡ്. നോ വേസ്റ്റ് റിമെയിൻ. അപ്പൊ എന്താവും ഒരു വേസ്റ്റും ഉണ്ടാവില്ല. ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് മാർക്കറ്റ് ഡിപെൻഡൻസി ആൻഡ് പ്രൈസ് ഹൈ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് കൾട്ടിവേഷൻ അല്ലെ ഫുഡ് ക്രോപ്പ് അത് മെച്ചപ്പെടുത്തുന്ന രീതി നോക്കും. പിന്നെന്താണ് മാർക്കറ്റ് അവൈലബിൾ ആവുന്നുണ്ടോ ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. Conservation of biodiversity also become possible by cultivating native variety of crops. അല്ലെ ആ മണ്ണിന് യോജിച്ച കൃഷി ചെയ്യുമ്പോൾ എന്താവും നമുക്ക് കൂടുതൽ മെച്ചവും ആദായകരമായ കൃഷി ലഭിക്കും. Waste management and sustainable agriculture. One of the main problem faced by modern society is the disposal of organic waste. അപ്പൊ ഇപ്പോഴത്തെ സൊസൈറ്റി ഫേസ് ചെയ്യണത് എന്താണ് ഓർഗാനിക് അല്ലെ അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തൊരു അവസ്ഥയാണ് വരുന്നത്. Will sustainable agriculture be answer for this? അപ്പൊ കൃഷി ഇതിനൊരു ഉത്തരമാവുമോ? ഡിസ്കസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. എന്തൊക്കെയാ പറയുന്നത് കമ്പോസ്റ്റിംഗ് അല്ലെ കമ്പോസ്റ്റ് വളം പിന്നെ ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഫോഡർ പ്രൊഡക്ഷൻ പൗൾട്രി ഫോഡർ പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ് അല്ലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനം വേസ്റ്റുകളൊക്കെ തന്നെ ഒരു കുഴിയിലിട്ടിട്ട് അത് ബയോഗ്യാസ് പ്രൊഡക്ഷന് ഉപകരിക്കുക. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചെടികളുണ്ടെങ്കിൽ അതിന് വളമായിട്ടും പിന്നെ കാലികളുടെയും അല്ലെങ്കിൽ കോഴികളുടെയൊക്കെ വേസ്റ്റ് പിന്നെന്താ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷിന്റെ വേസ്റ്റ് ഇതൊക്കെ വളമായിട്ട് മാറ്റുക. The changing perspective.
High yield seed varieties were widely popularized as part of the efforts to increase agriculture production. അതായത് നല്ല വിത്ത് ഉണ്ടെങ്കിൽ എന്താവും നമുക്ക് അഗ്രികൾച്ചർ നല്ല മെച്ചപ്പെട്ട രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ടു മീറ്റ് ദ ഡിമാൻഡ്സ് അല്ലെ ഓഫ് ദ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും തോറും നമുക്ക് നമ്മൾ ഉണ്ടാകുന്നത് തികയാതെ വരും. അപ്പോൾ ആ ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നല്ല വെറൈറ്റി സീഡ് സെലക്ട് ചെയ്യണം. ദിസ് വാസ് അക്കംപനീഡ് ബൈ വൈഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഇത് എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരിക, ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ് ഒക്കെ അല്ലെ, വൈഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് അതായത് കീടനാശികളുടെയും ഒക്കെ ഉപയോഗം മൂലം. In this practice, since the seeds and fertilizer are brought from outside to the agriculture field, can be called as ഇത് പുറമേ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ എന്താ പറയണ, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് പറയും. However, this method was criticized for its heavy expense. ഇത് എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തു, ആൾക്കാർ ഇതിനെ എതിർക്കാൻ കാരണം എന്താണ്, വല്ലാണ്ട് ചെലവ് കൂടുതലാണ്, പിന്നെ എന്താണ് പ്രകൃതിക്ക് ഹാനികരവും നമ്മുടെ ആരോഗ്യത്തിനും ഹാനികരമാണ്. അതുകൊണ്ടാണ് എന്താ LISA, low external input sustainable agriculture, began to be receive wide recognition. The only agriculture with minimum use of external materials. അപ്പോൾ കുറച്ച് മാത്രം പുറമേ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. allows the use of fertilizer and pesticides in limited quantity. അപ്പോൾ എന്താണ് കീടനാശിനികളും പെസ്റ്റിസൈഡ്സ് ഒക്കെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. Reaping diversity. There are different agriculture sectors which help to earn better income through a scientific approach. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കണ്ടമാനം പ്രോഗ്രസ് ഉണ്ടാവും അല്ലെ. Try to familiarize ourselves with a few farming methods that can be chosen. ചില ഫാമിംഗ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അതിൽ പെടുന്നത് എന്തൊക്കെയാണ്, റിയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചർ പർപ്പസസ് അല്ലെ, കന്നുകാലികളെ വളർത്തുക എന്തിനാ, പാലിന്, ഇറച്ചിക്ക്, പിന്നെ കൃഷിയുടെ ആവശ്യത്തിനുമായിട്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിലിന്റെ കന്നുകാലികളുടെ ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ഏതൊക്കെയാ, കൗല ഏതൊക്കെയാ പെടുന്നത്, ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രേഷ്യൻ, വെച്ചൂര്. ദെൻ ബഫല്ലോ ഏതൊക്കെയാ, മുറ, നിലിരവി ആൻഡ് ബദാവരി. ഗോട്ട് ആണെങ്കിൽ തലശ്ശേരി, ജംനാപ്യാരി ആൻഡ് ബോർ. പോൾട്രി ഫാമിംഗ്, റിയറിംഗ് ബേർഡ്സ് ഫോർ egg and meat. It includes hen and duck, which for what all we are using egg അല്ലെ, മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി. ചിക്കൻ വെറൈറ്റീസ് ഏതൊക്കെയാ, അതുല്യ, ഗ്രാമലക്ഷ്മി ആൻഡ് വൈറ്റ് ലെഗോൺ. ഡക്ക് വെറൈറ്റീസ് ആണെങ്കിലോ മസ്കോവി, ചാര, ചമ്പല്ലി. ദെൻ ക്യൂൾ വെറൈറ്റീസ് ആണെങ്കിലോ, ബേർഡ് ടൈപ്സ് ആണെങ്കിലോ ജപ്പാനീസ്, ബോബ് വൈറ്റ്. സെറികൾച്ചർ, വാട്ട് ഈസ് ദ മീൻ ഓഫ് സെറികൾച്ചർ, റിയറിംഗ് സിൽക്ക് വോം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറികൾച്ചർ. അതായത് പട്ടുനൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഉണ്ടാക്കാൻ വേണ്ടി പുഴുക്കളെ വളർത്തുക അല്ലെ, പട്ടുനൂൽ വളർത്തുന്നത് തന്നെയാണ് എന്ത് പറയുന്നത്, സെറികൾച്ചർ എന്ന് പറയുന്നത്. സിൽക്ക് ഈസ് ഫോംഡ് ഫ്രം ദി സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദ ലാർവ ഓഫ് ദ സിൽക്ക് മോത്ത്. അതായത് ഈ പട്ട് ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഈ ലാർവ പുഴുവിലെ ഓഫ് സിൽക്ക് മോത്ത്. മൾബറി സിൽക്ക് വോം, അപ്പൊ സിൽക്ക് വോം പട്ടുനൂൽ പുഴു ഇല്ലേ, അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, മൾബറി സിൽക്ക് വോം ഉണ്ട്, തുഷാർ സിൽക്ക് വോം ഉണ്ട്, മുഗ സിൽക്ക് വോം ആർ ദ മേജർ. ഇതൊക്കെയാണ് മേജർ വെറൈറ്റീസ്. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സിൽക്ക് വോം കിട്ടുന്നത്. പിസിക്കൾച്ചർ, ദ സയന്റിഫിക് വേ ഓഫ് റിയറിംഗ് ഫിഷ് അല്ലെ, ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യണ, സയന്റിഫിക് ആയിട്ട് ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യണ മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്ത് പറയാ, പിസിക്കൾച്ചർ എന്ന് പറയുക. നാച്ചുറൽ വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ പാഡി ഫീൽഡില് നെൽകൃഷി കഴിഞ്ഞ ഉടനെ ഒരു നെല്ലിന് ഒരു മീനിന് ഒരു പ്രോഗ്രാം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, അതുപോലെ അവിടെ വളർത്തുന്നത് അല്ലെങ്കിൽ ടാങ്കില് ഒക്കെ വളർത്തുന്നതാണ് നമ്മൾ എന്ത് പറയാ, പിസിക്കൾച്ചർ എന്ന് പറയാം. വെറൈറ്റി സച്ചസ് എന്തൊക്കെയാ അതിൽ ഉൾപ്പെടുന്നത്, പേൾ സ്പോട്ട്, റോഹോ, കട്ട്ല ആർ റിയർഡ് ഫോർ ഫുഡ് അല്ലെ, നമുക്ക് ഭക്ഷ്യയോഗ്യത്തിനും, പിന്നെ ഗോൾഡ് ഫിഷ്, ഗപ്പി അതിനെന്തിനാ, ഓർണമെന്റൽ പർപ്പസ് അല്ലെ, അലങ്കാര മത്സ്യങ്ങൾ. ഇമ്പോർട്ടന്റ് പ്രാൺ വെറൈറ്റീസ് റിയർഡ് ആർ നരൻ ആൻഡ് കാര. ചെമ്മിന്റെ ടൈപ്പ് ഏതൊക്കെയാണ്, നരനും കാരയും. ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ കമേഴ്ഷ്യൽ ബേസിസ്. അതായത് ലാർജ് സ്കെയിൽ ആയിട്ട് നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, കൂടുതൽ ഉൽപാദനത്തിനുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫ്ലോറിക്കൾച്ചർ. ഫ്ലവേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയാ. ഇറ്റ് ഇൻക്ലൂഡ് ജാസ്മിൻ, മേരിഗോൾഡ്, ക്രിസാന്തിമം, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എക്സെട്ര ആർ ഫ്ലവേഴ്സ് ഓഫ് കമേഴ്ഷ്യൽ ഡിമാൻഡ്. അപ്പിക്കൾച്ചർ, സയന്റിഫിക് റിയറിംഗ് ഓഫ് ഹണി ബീസ്. അതായത് ഹണി ബീ റിയറിംഗിനെ, തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ തേനീച്ചകളെ വളർത്തുന്നതിനെയാണ് അപ്പിക്കൾച്ചർ എന്ന് പറയാ. ഹണി ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് നാച്ചുറൽ വാല്യൂ അല്ലെ, മരുന്നിനും പിന്നെ എന്തിനാണ്, ഔഷധമുള്ളതുമാണ് ഹണി. വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ലൈക്ക് എന്തൊക്കെയാ ടൈപ്പുകൾ, കോലൻ, മെല്ലിഫറ, ജ്യോതിയാൻ ആർ റിയർഡ് കോമൺലി. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സയന്റിഫിക് വേ ഓഫ് റിയറിംഗ് റാബിറ്റ്. മുയലുകളെ സയന്റിഫിക് ആയ രീതിയിൽ വളർത്തുന്നതിനെയാണ് എന്ത് പറയുക,
ക്യൂണിക്കൾച്ചർ എന്ന് പറയാം. വെറൈറ്റീസ് ലൈക്ക് ഏതൊക്കെ സംഭവങ്ങൾ? ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിന്റ് ആർ റിയേർഡ് ഫോർ മീറ്റ്. ഇതൊക്കെയാണ് ഇറച്ചിക്ക് വേണ്ടിയുള്ളത്. അങ്കോറ ഈസ് റിയേർഡ് ഫോർ ഫർ. അങ്കോറ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതിന്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്കോറ. മഷ്റൂം കൾച്ചർ, സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം അല്ലെ. സയന്റിഫിക് മെത്തേഡിൽ മഷ്റൂമിനെ വളർത്തുന്നതിനെയാണ് എന്ത് പറയാ? മഷ്റൂം കൾച്ചർ എന്ന് പറയാം. മഷ്റൂം ഈസ് ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം. അത് നല്ല പോഷകമുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ്. അത് ഏതൊക്കെയാ ടൈപ്പുകൾ? ബട്ടൺ മഷ്റൂം, ദാറ്റ് ഈസ് പൾക്കൂൺ, ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പിക്കൂൺ ആർ കോമൺലി കൾട്ടിവേറ്റഡ് മഷ്റൂം വെറൈറ്റീസ്. ഹോർട്ടിക്കൾച്ചർ, സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും സയന്റിഫിക് ആയിട്ട് വളർത്തുന്നതിനെയാണ് എന്ത് പറയാ? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയാ. ബിസൈഡ്സ് ഇൻഡിജിനസ് വെറൈറ്റീസ്, എക്സോട്ടിക് വെറൈറ്റീസ്. എക്സോട്ടിക് വെറൈറ്റീസ് ഏതൊക്കെയാണ്? ലിച്ചി, റംബൂട്ടാൻ, ദുരിയാൻ ആർ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ്. മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. The Indian system of medicine, that is Ayurveda, exists completely depending on medicinal plants. ആയുർവേദം എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യണം? മെഡിസിനൽ പ്ലാന്റ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യണത്. പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ അല്ലെ. ഇപ്പൊ എല്ലാവരും ആയുർവേദ മെഡിസിൻസ് ആണ് മെയിൻലി യൂസ് ചെയ്യണം. അതുപോലെ ഡിസ്ട്രക്ഷൻസ് ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റം, നമ്മൾ കണ്ടമാനം ഈ ചെടികൾ നശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഈ മെഡിസിനൽ പ്ലാന്റ്സ് തന്നെ അവൈലബിൾ ആവാതെ വരിക. ബാസിൽ, ആലോവെ, നീ, മാടത്തോട, സിഡ, കുറുന്തോട്ടി, വെട്ടിവേര, രാമച്ചം. വെട്ടിവേര its name is രാമച്ചം. ആംഗ്ലി മാർമലോസ്, കൂവളം, പ്ലംബാഗോ, കൊടുവള്ളി എക്സെട്ര ആർ ഗ്രോൺ ഇൻ അവർ ക്രോപ്പ് ഫീൽഡ്സ് അല്ലെ. ഇതൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റും വളർന്ന ചെടികൾ തന്നെയാണ്. Then this is a table which you have to fill from this before paragraph given. Come on farmers be high tech. അപ്പോൾ ഹൈടെക് രീതികൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. Haven't you noticed the newspaper report? What are the advantages of adopting modern agriculture practices? അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഈ ഹൈടെക് വെറൈറ്റീസ്? ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ, ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റ്. അപ്പോൾ ഈ ഹൈടെക് വെറൈറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊഡക്ഷൻ ഉൽപാദനം കൂട്ടാൻ പറ്റും. അതുകൂടാതെ എന്താണ്? ഈ കീടാണുക്കളുടെ തോത് കുറയ്ക്കാൻ പറ്റും അല്ലെ. ക്ലൈമറ്റ് ചേഞ്ചസ് ആൻഡ് ദ ഇമ്പോർട്ടന്റ് ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ഈ കാലാവസ്ഥയാണ് ഏറ്റവും വലിയ കൃഷിക്ക് നാശം വിതയ്ക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്. അതായത് പെട്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള അന്തരീക്ഷ മാറ്റം, കാലാവസ്ഥ മാറ്റം എന്ത് ചെയ്യും? ഫാമിംഗിൽ തന്നെ വല്ലാണ്ട് തിരിച്ചടിയാവും. The techniques that are used to overcome these challenges are gaining currency nowadays. Familiarize yourself with some new techniques. അപ്പോൾ ഈ ടെക്നിക്ക് തന്നെ എന്താണ്? ഇപ്പോൾ ഒരു ചാലഞ്ചിങ് ആയിട്ട് വരികയാണ്. Polyhouse farming. One of the methods, that is polyhouse, is a special kind of arrangement in which a crop field is completely or partially covered by transparent polythene sheet. അപ്പോൾ പോളി ഹൗസ് എന്ന് പറയുന്നത് ഒരു ചെറിയ അറേഞ്ച്മെന്റ് ആണ്. അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. അതെന്താണ്? കവേർഡ് ബൈ ട്രാൻസ്പെറന്റ് അല്ലെ. വെയിലും മഴയും ഒക്കെ ചെറിയ രീതിക്ക് കടക്കാൻ പറ്റുന്ന ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് അതിന്റെ ഉള്ളിലാണ് ഈ കൾട്ടിവേഷൻ നടക്കുന്നത്. സിൻസ് ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി റെഗുലേറ്റ്. അത് എപ്പോഴും റെഗുലേറ്റ് ചെയ്യും അല്ലെ. കണ്ടമാനം വെയിലടിക്കുക, മഴ അടിക്കുക അതൊന്നും ചെയ്യാതെ ഒരു ലെവലിലേക്ക് ഉള്ളിലേക്ക് അറ്റ്മോസ്ഫിയർ കിടക്കണ രീതിക്ക് ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ് ബിക്കം റാപ്പിഡ് അല്ലെ. പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് വളരാൻ തുടങ്ങും. ന്യൂട്രിയൻസ് ആർ ഡെവലപ്ഡ് ഇൻ വാട്ടർ ആൻഡ് ആർ സപ്ലൈഡ് ഓൺ പ്ലാന്റ്സ് ത്രൂ ഡ്രിപ്പ് ഇറിഗേഷൻ. ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുക. പോരാത്തതിന് എന്താണ്? വെള്ളം ഏത് രീതിക്കാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെ. തുള്ളി നന പോലെയാണ് സപ്ലൈ ചെയ്യണത്. Pest infestation will also be less because the sides of are covered with a net. പെസ്റ്റും അധികം എൻട്രി ഇല്ല. കാരണം എന്താണ്? അത് മൊത്തം കവർ ചെയ്തിരിക്കും. നെറ്റ് വെച്ചിട്ട് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. Although the expense is high in the beginning, crop yield is many times greater than that of regular field. ആദ്യത്തെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് കണ്ടമാനം ചെലവാകുമെങ്കിലും ക്രോപ്പ് നമുക്ക് പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ. ഓരോ ഫീൽഡിലും ഓരോ ഘട്ടത്തിലും പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമുക്കിത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Precision farming. In this method of farming, the nature of soil, quantity of element in the soil, അതായത് മണ്ണിന്റെ പ്രത്യേകത, പിന്നെന്താണ്? ക്വാണ്ടിറ്റി ഓഫ് എലമെന്റ്സ് അല്ലെ. മണ്ണിൽ എന്തൊക്കെയുണ്ട്? ദാറ്റ് ഈസ് ദ നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, ഇതൊക്കെ മണ്ണിൽ പ്രസന്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. പിന്നെ വെള്ളത്തിന്റെ pH, വെള്ളത്തിന്റെ അളവ്, pHന്റെ അളവ്, അസിഡിറ്റി ആണോ ആൽക്കലിനിറ്റി ആണോ ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. യൂസിങ് മോഡേൺ ടെക്നോളജി ആൻഡ് അപ്രോപ്രിയേറ്റ് ക്രോപ്സ്. അപ്പോൾ അതിന് യോജിച്ചതായിട്ടുള്ള കൃഷിയാണ് നമ്മൾ അതിലേക്ക് ഇറക്കുന്നത്. ബൈ കവറിങ്, മണ്ണ് എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യണത്? പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ ലിമിറ്റ് ഇറിഗേഷൻ അല്ലെ. വെള്ളം ചെറിയ അളവിലും പിന്നെന്താണ്? വീടിന്റെ ശല്യം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാത്ത കൃഷി രീതി. ക്യാൻ വി ഗ്രോ പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ? മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? If so, it is possible to overcome the crisis in agriculture
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന ഓരോ ക്രൈസിസ് ഏതൊക്കെയാ അത് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ സോയിൽ ടെക്സ്ചർ അല്ലെ, കാലാവസ്ഥയിലെ മാറ്റം, പിന്നെന്താണ് മണ്ണിന്റെ മാറ്റങ്ങൾ, പിന്നെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി. അപ്പൊ ഇറിഗേഷൻ ഫെസിലിറ്റി എന്തൊക്കെയാണ്, നമുക്ക് പെസ്റ്റിസൈഡിന്റെ അളവ്, പിന്നെന്താണ് വെള്ളം അല്ലെ, ഇതിന്റെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. Science have proved that cultivation is possible in the absence of soil, even though there are limitations to popularize it as a method of cultivation. അതായത് മണ്ണില്ലാതെയും നമുക്ക് കൃഷി ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്, എയറിലും വാട്ടറിലും വളരുന്നത്, അതാണ് ഇതിനുള്ള എക്സാമ്പിൾ. ഇൻ ഹൈഡ്രോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. അപ്പൊ ഹൈഡ്രോപോണിക്സിൽ എങ്ങനെയാണ് കൃഷി നടത്തിയിരിക്കുന്നത് ഇത് കണ്ടില്ലേ, ന്യൂട്രിയൻ ആ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്, എല്ലാ ന്യൂട്രിയൻസും അവൈലബിൾ ആവും. എയറോപോണിക്സിലാണെങ്കിലോ റൂട്ട്സ് എയറിൽ ഗ്രോ ചെയ്യാണ്, അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കും ആ റൂട്ട്സിലേക്ക്. ഇൻഡിക്കേറ്റേഴ്സ്, ഹൗ ആർ മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഹെൽപ്ഫുൾ ഇൻ റെഡ്യൂസിങ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു ക്ലൈമറ്റ്. അതായത് ഈ ന്യൂ മെത്തേഡ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് കൃഷിയിലെ നഷ്ടം കാലാവസ്ഥയുടെ തോതനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുക. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇൻ മോഡേൺ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഹൈബ്രിഡ്സ് ആർ യൂസ് ടു എൻഷുർ പ്രൊഡക്ടിവിറ്റി. അല്ലെ, ഹൈബ്രിഡ് ടൈപ്പ്, അതായത് പെട്ടെന്ന് രോഗം പിടിക്കാത്തവയും അങ്ങനെയുള്ള വിത്തുകൾ സെലക്ട് ചെയ്യാം. There are also arguments in support to the return of traditional agriculture practices because it is beneficial to nature and harm. അപ്പൊ എല്ലാവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെ, കാരണം പഴയ ആൾക്കാരൊക്കെ എന്താണ്, അവർ മെയിൻലി ഡിപെൻഡ് ആണ് നേച്ചറിനും പ്രകൃതിക്കും മനുഷ്യനും യോജിച്ച കൃഷി രീതിയാവും അവർ ആക്സെപ്റ്റ് ചെയ്യുക. It also argues that modern methods have many limitations. പുതിയ മെത്തേഡിന് കുറെ ലിമിറ്റേഷൻ ഉണ്ടാവും. In additional agriculture practices, indigenous varieties are used. ഈ അഗ്രികൾച്ചർ പ്രാക്ടീസ് കൂടാതെ എന്താണ് പല ടൈപ്പുകളും ഇതിന് അനുബന്ധമായിട്ടുണ്ടാവും. Is it essential to retain indigenous varieties when many hybrid varieties are available? Note down your opinion. Native varieties for tomorrow. Indigenous varieties of a locality are varieties in that acquire natural immunity by adapting to the climate, availability of food, soil texture and to the texture of the place, etc. അപ്പൊ ഇൻഡിജിനസ് വെറൈറ്റി എന്ന് പറയുമ്പോൾ അത് ഏത് ലൊക്കാലിറ്റിയിലാണോ അത് ഗ്രോ ചെയ്യണത്, പിന്നെന്താണ് കാലാവസ്ഥയുടെ, പിന്നെ ഭക്ഷണത്തിന്റെ ലഭ്യത, മണ്ണിന്റെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. വി ഹാഡ് മെനി കാറ്റൽ വെറൈറ്റീസ് ഓഫ് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. അല്ലെ, നമുക്ക് ഈ കന്നുകാലികളൊക്കെ ഉണ്ട്, രോഗം പെട്ടെന്ന് വരാത്തതും പിന്നെ കുറഞ്ഞ ചെലവിൽ നോക്കാൻ പറ്റുന്നു, പിന്നെന്താ ലെക്സ് പ്രൊഡക്റ്റീവ്, ഹാവ് ക്രോപ്സ് ഓഫ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻ. മെനി ഇൻഡിജിനസ് ട്യൂബർ ക്രോപ്സ് ഡിസപ്പിയർ, പലതും ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡയോസ്കി കോര, കാച്ചില്, താരോ, ആറോ, റൂട്ട്, കൂവ, ദേ ഹാഡ് ബീൻ എലിമിനേറ്റഡ് ഫ്രം അവർ ഡയറ്റ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് അവൈലബിലിറ്റി. വി മസ്റ്റ് റിയലൈസ് ദാറ്റ് ത്രൂ ദ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ഫുഡ് ഗ്രോസ് ദർ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഈ ഫുഡ് ഗ്രോസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈലി റിച്ച് ഇൻ ന്യൂട്രിയൻസ് അല്ലാണ്, ഫൈബറസ് ഒക്കെയാണ്. അപ്പൊ ഇത് നമ്മുടെ ന്യൂട്രിയനിൽ അവൈലബിൾ അല്ലാതിരിക്കുമ്പോൾ ഇൻവാല്യുബിൾ, നമ്മളെന്താണ് ഏറ്റവും മൂല്യമായ സംഭവങ്ങളാണ് നഷ്ടപ്പെടുന്നത്. Extensions of indigenous variety causes depletion of our biological health. Could be regained if lost once. We mustn't ignore the reality that these valuable resources could be അതായത് ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ നല്ലോണം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഒന്നുണ്ട് അല്ലെ, ക്രോപ്പും വെറൈറ്റീസും ഏതൊക്കെയാണെന്ന് നോക്കാം. മാംഗോയിൽ എന്തൊക്കെയുണ്ട്, മൂവാണ്ടൻ ഉണ്ട്, കിളിച്ചുണ്ടൻ ഉണ്ട്. പ്ലാന്റിൻ, വാഴയാണെങ്കിലോ ഞാലിപ്പൂവനും പാളയംകോടനും. പിന്നെ അനിമൽസിൽ ഏതൊക്കെയാ, കവും കോട്ടാണ് തന്നിരിക്കുന്നത്. കൗല് ഏതാണ്, വേച്ചൂർ പശു, പിന്നെ കാസർഗോഡ് കുള്ളൻ. ഗോട്ടാണെങ്കിലോ മലബാറിയും അട്ടപ്പാടി ബ്ലാക്കും. Agriculture should be a means for farmers to lead a life without hurdles. ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഈ കൃഷി കൊണ്ടു നടക്കാൻ കർഷകർക്ക് പറ്റണം. One of the crises faced by farmers is the fall in price of the products. അപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തെന്ന് പറഞ്ഞാൽ ഈ വിലയിടിവ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ മിഡിൽ. അതായത് അവർക്ക് നേരിട്ട് വിൽപ്പന ചെയ്യാൻ പറ്റാതെ അല്ലെ, ഇടനിലക്കാർ വഴിയാവുമ്പോ എന്താണ് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഓവർകം ഡിസ്കസ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ്. Agriculture society that help farmers to market their products without the help of the mediators are on the rise these days. അതായത് അതന്നെ ഞാൻ പറഞ്ഞത്, ഇടനിലക്കാരുടെ സഹായമില്ലാതെ അവർക്ക് നേരിട്ട് കച്ചവടം ചെയ്യാൻ പറ്റണ ഒരു സംരംഭം ഉണ്ടാക്കി കൊടുക്കണം. ഫെസിലിറ്റി ഫോർ സ്റ്റോറേജ് ഓഫ് ഐറ്റം, പിന്നെ അത് സൂക്ഷിക്കാനുള്ളത്, സ്റ്റോർ ചെയ്യാൻ ഏതൊക്കെയാ, പെപ്പർ, കോക്കനട്ട്, അരക്കാനട്ട്, റൈസ്, വെജിറ്റബിൾസ് എക്സെട്ര അല്ലെ, ഈസ് എൻഷുർഡ് അലോങ് വിത്ത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്. പിന്നെ എന്താണ്, ദേ ക്യാൻ സെൽ സച്ച് സ്റ്റോർ പ്രോഡക്റ്റ്. അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യണത് കൊണ്ട് എന്താ ലാഭം, എന്താണ്, വില കൂടുന്ന സമയത്ത് അവർക്ക് അത് മാർക്കറ്റിൽ എത്തിച്ചിട്ട് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓർഗനൈസേഷൻ ഓൺലൈൻ ടു, ഇപ്പൊ എന്താണ് എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലെ. അപ്പൊ വിത്ത് ദ റൈസ് ഇൻ ഡിമാൻഡ് ഫോർ ഓർഗാനിക് പ്രോഡക്ട്സ്, ഓർഗാനിക് പ്രൊഡക്റ്റിന്റെ ആവശ്യം കൂടുതലാവുമ്പോൾ ഓൺലൈൻ ഓർഗനൈസേഷൻ അവരെന്ത് ചെയ്യണം, ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം. എന്താണ് ഗെയിനിങ് ഇമ്പോർട്ടൻസ്,
help to identify customers, ഉചിതമായ കസ്റ്റമേഴ്സിനെ അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ പ്രൊഡക്ട്സ് നേരിട്ട് തന്നെ വിൽപ്പന ചെയ്യാനും അല്ലെങ്കിൽ ഒരു മീഡിയ വഴി വിൽപ്പന ചെയ്യാനും അവരെ സഹായിക്കണം. It is not sufficient to make agriculture productive and sustainable. One should realize that agriculture is not the sole responsibility of farmers. People working in other fields must also engage in agriculture in a limited way at least. അപ്പോൾ ഇത് കർഷകരുടെ മാത്രം ഒരു ചുമതലയല്ല ഇതെല്ലാം വിറ്റ് ഇതാക്കണം എന്നുള്ളത്. അവരുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യണവരൊക്കെ ഇതിലേക്ക് ഇറങ്ങണം. അഗ്രികൾച്ചർ for all in society. Do we have enough time to spend on in the midst of a busy life? അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബിസി ആണല്ലേ, അഗ്രികൾച്ചർ കൃഷിയിലൊന്ന് സ്പെൻഡ് ചെയ്യാനോ ആർക്കും തന്നെ സമയമില്ല. But if we are spending a little time with these farmers, it will be very helpful to them. What is in this letter written? Many things fall into sight during my morning walk through the fields. അപ്പോൾ എൻ്റെ കണ്ണിൽ പല കാഴ്ചകളും പെട്ടു. രാവിലെ നടക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പല കാഴ്ചകളും വന്നുപോയി. Following the advice of the agriculture officer, the soil was tested. അപ്പോൾ അഗ്രികൾച്ചർ ഓഫീസറുടെ ഉപദേശപ്രകാരമാണ് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ചുണ്ണാമ്പ് ഇട്ടത്. Fruit borers have started attacking the vegetables here and there. It is the time for the applications of tobacco decoctions. The pest pods. അതായത് എന്താണ് ഈ ഫ്രൂട്ട് ബെയറേഴ്സ് അല്ലെ, ഓരോ സീസണിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിനെ വാങ്ങാൻ തന്നെ ഇപ്പൊ ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഓരോ പെസ്റ്റിസൈഡ്സ് അതിലേക്ക് സ്പ്രേ ചെയ്യണം. എന്തൊക്കെയാണ്? പുകയില കഷായമില്ലേ അത്. പിന്നെ ബെസ്റ്റ് പോട്ട്സ് ഫ്രം പീ പ്ലാന്റ്സ് ഷുഡ് ബി കളക്റ്റഡ് ഫോർ സെയിൽ. പയറിന് ഉചിതമായ വിത്തുകൾ ശേഖരിച്ച് വെക്കണം അതിന്റെ ടൈം ആവുമ്പോൾ നടാൻ വേണ്ടിയിട്ട്. പിന്നെ ലോട്ട് ഓഫ് നൈറ്റ് സോയിൽ ക്യാൻ ബി സീൻ. earthworms must have multiplied. അടയ്ക്കയുടെ saplings have formed. അപ്പോൾ ഇതൊക്കെ ഡിഫക്ട്സ് ആണ്, പ്ലാന്റ്സിന്റെ ഡിഫക്ട്സ് അല്ലെ. അടയ്ക്കയുടെ ഡിസീസ് അറ്റാക്ക് ചെയ്തു, പിന്നെ earthworm കണ്ടമാനം കാണുന്നുണ്ട്. എക്സ്പോസ്ഡ് സൈൻ. ഇറ്റ് ഈസ് നെസസറി ടു പ്രൊവൈഡ് ദം ഷെയ്ഡ് ഓഫ് വൈറ്റ് വാഷ്. അപ്പോൾ ഈ അടയ്ക്കയുടെ ഈ ഡിസീസിന് നമ്മൾ എന്താ ചെയ്യുക? ഷെയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ വൈറ്റ് വാഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ മരത്തില്. On the advice of a friend, I also tried land paddy cultivation. There was no need to use chemical fertilizer, chemical pesticides, since it was an indigenous variety of rice. അതായത് നല്ല ടൈപ്പ് റൈസ് ഉപയോഗിക്കുന്ന സമയത്ത്, റൈസിന്റെ സീഡ് ഉപയോഗിക്കുന്ന സമയത്ത് പെസ്റ്റിസൈഡിന്റെ ആവശ്യം കണ്ടമാനം വരുന്നില്ല. How nice it is to see the plants raising heads. അപ്പൊ ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കാൻ കാണുന്നത് നല്ല ഭംഗിയാണ് പ്ലാന്റ്സ് ഒക്കെ അല്ലെ. Such a diet that includes, അപ്പോൾ നമ്മുടെ ഡയറ്റിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യും? റൈസും വെജിറ്റബിൾസും. നോട്ട് ഓൺലി പ്രോഫിറ്റബിൾ അല്ലെ, പ്രോഫിറ്റ് മാത്രമല്ല, ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനും പ്രകൃതിക്കും തന്നെ അതൊരു ഉന്മേഷം പകരും. How can this be rated? The result of the hard work of the farmers. Do you think that agriculture practice of the farmers is scientific? What is the scientific method? The scientific method, it includes identifying the problem, collecting the information through observation, experimentation, analysis of collected information, formulation of proper inference, and improvement of the inference through continuous inquiry. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണത്? നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെ. ഫാമേഴ്സ് എന്തൊക്കെയാ ഐഡന്റിഫൈങ് ദ പ്രോബ്ലം അല്ലെ, കൃഷിയിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, പിന്നെ എന്താണ് എക്സ്പെരിമെന്റ് ചെയ്യുക, ആ പ്രോബ്ലം എടുത്തിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കളക്റ്റഡ് ഇൻഫർമേഷൻ, formulation of proper and improving the inference through continuous inquiry. Follow this method. Science is a means of solve problems by applying accurate knowledge. As well, സയൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ആ പ്രോബ്ലംസ് ഏറ്റെടുത്ത് അത് നമ്മുടെ മെത്തേഡിലൂടെ അത് സോൾവ് ചെയ്യാൻ നോക്കുക. Diary note of the farmer contains the elements of scientific method, observation, experimentation ഇതൊക്കെ ഉണ്ട് അല്ലെ അതില്. A farmer is the one who applies the scientific method. Isn't it clear now that a real farmer in fact is scientist? അല്ലെ, ഒരു ശരിയായ ഒരു കർഷകൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞന് തുല്യം തന്നെയാണ്. Scientists are the ones who sustain a society. അപ്പൊ അവരുടെ ഇതിൽ തന്നെയാണ് എന്താ സൊസൈറ്റി നിലനിൽക്കുന്നത് അല്ലെ. People who deserve recognition more than any others. അവർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. While eating, do we recollect that in the result of the hard work of, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അവരുടെ ഹാർഡ് വർക്കിലൂടെയാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് എന്ത്, ഫ്രഷും പ്യൂർ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എന്താണ് സൺഡേ ഫാമിംഗ്, ഫാമിലി ഫാമിംഗ് എക്സെട്ര ഇൻ അവർ ലൊക്കാലിറ്റി. ആഴ്ചയിൽ ഒരിക്കൽ ഫാമേഴ്സിനായിട്ട് കൂടെ എൻഗേജ്ഡ് ആയിട്ട് അവരുടെ ഒപ്പം എന്തെങ്കിലും ഇതിൽ ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒരു ഫാമിംഗ് ചെയ്യുക, ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ബാരൻ യൂട്ടിലൈസേഷൻ അല്ലെ, കൃഷി അതായത് ധരിച്ചു കിടക്കുന്ന ഭൂമിയൊക്കെ കൃഷിക്ക് യോജ്യമാക്കുക. പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള ഫുഡ് നമ്മൾ എത്താൻ ശ്രമിക്കുക. ദെൻ എക്സസൈസ്, നമ്മളുടെ ദേഹത്തിന് തന്നെ ഒരു എക്സസൈസ് തന്നെയാണ്. There are many people today who wish to set up their own vegetable garden. അപ്പൊ ഇപ്പോഴൊക്കെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്
Serious of health problems caused by food items. അല്ലേ കീടനാശിനികൾ മൂലമുണ്ടാകുന്ന ഹാനികരമായ അസുഖങ്ങളെക്കുറിച്ചുമൊക്കെ ബോധം നമ്മളിൽ ഉണർത്തിയിട്ടുണ്ട് അല്ലേ. ലാക്ക് ഓഫ് സ്പേസ്, അവൈലബിലിറ്റി ഓഫ് സീഡ്. ലാക്ക് ഓഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലം കൊണ്ട് തന്നെ എല്ലാവരും നല്ലവണ്ണം കൃഷി ചെയ്യാറുണ്ട്. പിന്നെ നല്ല വിത്ത്, ignorance of nurturing. Then examining the pictures and the newspapers report to college, analyze the possibility to overcome the. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒന്നും അല്ല, സ്ഥലത്തിന്റെ പരിധിയോ സീഡിന്റെ അവൈലബിലിറ്റി ഒന്നും അല്ല. പിന്നെന്താണ് നല്ല പോഷകമായിട്ടുള്ള ഇത് അല്ലെ, വളക്കൂറ് പിന്നെ എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു അവയർനെസ്. There are many institutions that make available facilities for agriculture. The government plans and implements many projects to promote. അപ്പോൾ അഗ്രികൾച്ചർ, കൃഷിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പല സ്കീംസും അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവേർഡ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓർഡർ ടു എൻകറേജ് യങ്സ്റ്റേഴ്സ്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് കുറെ അവാർഡ്സ്, നല്ല രീതിക്ക് കൃഷി ചെയ്യണത്, അവരെ എൻകറേജ് ചെയ്യുക, അവർക്കുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ ഇപ്പോൾ ഗവൺമെന്റ്സും എല്ലാവരും ചെയ്യുന്നുണ്ട്. ക്രൈസിസ് വരുന്നത് എപ്പോഴാണ്? ക്ലൈമറ്റ്, കാലാവസ്ഥയിലുള്ള മാറ്റം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളി ഹൗസ്, ഹൈഡ്രോപോണിക്സ് ഒക്കെ അല്ലെ. പിന്നെ എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷൻ, പ്രകൃതിയിലുണ്ടാകുന്ന നാശങ്ങള്, ആരോഗ്യത്തിനുള്ള കേട്, ഇതൊക്കെ എന്താണ് സയന്റിഫിക് ആപ്ലിക്കേഷൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പെസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഹെൽത്ത് ഹസാർഡ് ഉണ്ടാക്കും, അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം ഒക്കെ ആൾക്കാർ, ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമേഴ്സിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഓർഗനൈസ് വേസ്റ്റ് ഡിസ്പോസൽ അല്ലെ, വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വേസ്റ്റ്, അത് ബയോഗ്യാസ് പ്രൊഡക്ഷനും ഇങ്ങനെയൊക്കെ നമ്മൾ അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെനി ഇഷ്യൂസ് ആർ ടു ബി ഡിസ്കസ്ഡ്. ഇനിയും കുറെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുക, ഫാമേഴ്സായിട്ട് മിങ്കിൾ ചെയ്യാം, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ അവർക്ക് ശരിയായ രീതിക്ക് അഗ്രികൾച്ചർ എല്ലാവർക്കും ആവശ്യമാണ്. ദാറ്റ് ഈസ് അഗ്രികൾച്ചർ ഫോർ ഓൾ ഇൻ ദ സൊസൈറ്റി. That is the theme idea while you engage in agriculture, and you should write a note while you are engaged in agriculture. That's all we learn about in this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.